ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പരാഗിലാണ് കേട്ടോ, ഷോപ്പിലാണ്. നമ്മളിതാ ഈ ഒരു മെറ്റീരിയൽ വാങ്ങാനായിട്ടാണ് വന്നത്. അപ്പോൾ വെഡ്ഡിങ്ങിന് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ, അവ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിനാണ്. അപ്പോൾ ഞാനിതാ ഈ ഒരു മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. ഭയങ്കര തെരപ്പിന് ഭയങ്കര സോങ് ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ഓഫ് വൈറ്റ് ഞാൻ ഫസ്റ്റ് തന്നെ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു ഓഫ് വൈറ്റിൽ കുറച്ച് മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോയിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ഞാൻ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും അതുപോലെ തന്നെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും രണ്ട് മീറ്റർ വെച്ചിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ മീറ്റർ വെച്ചിട്ട് ഫ്രണ്ടും ബാക്കായിട്ട് അത്ര ഫ്ലെയറിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. കൂടുതൽ ഫ്ലെയർ ഞാൻ ഇതിൽ കൊടുക്കണില്ല. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിലിതാ 34 എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് സ്കേർട്ടിൻ്റെ. ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടെ ഇറക്കത്തോടെ തന്നെ ഒരു 37 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലിങ്ങിൻ്റെ എൻഡിങ് പോർഷൻ ഒന്ന് അടിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിക് വെക്കാനുള്ള മെറ്റീരിയൽ ഒരു 5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അത് ഇതുപോലെ നമ്മുടെ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിട്ട് മടക്കി അടിക്കുക. മടക്കി അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇലാസ്റ്റിക് കയറ്റുന്നത് കേട്ടോ. നമ്മൾ സൂചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കയറ്റില്ല, അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇതിൽ കയറ്റി വെച്ചതാണ്. ഇനി ഇതിന് മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ചും കൂടെ കൊടുത്തതിന് നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കേർട്ടിന് നീ ലെങ്ത്തിൻ്റെ ആ പോർഷനിൽ വന്നിട്ട് നമുക്ക് വേറൊരു സ്റ്റിച്ചിങ് ആണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഫൂട്ടർ ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഫൂട്ടർ മാറ്റിയിട്ട് ഈ ഒരു ഫൂട്ടറാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഫൂട്ടറിൻ്റെ താഴെ വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമ്മളിതാ ഞാൻ ഇത് ചെയ്യണ പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു കുറച്ച് മെറ്റീരിയൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ച് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ കൈ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇങ്ങനത്തെ ഒരു മെഷീൻ ആണെങ്കിൽ നമ്മളിതാ ഈ സീൽ ഇടുക, പിന്നെ ഈ കാണുന്ന നമ്പർ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, അതിൻ്റെ അടിയിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള സ്റ്റിച്ചിങ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല ഫ്ലെയർ ആയിട്ടുള്ള അത്യാവശ്യം ഫ്ലെയർ തന്നെ ഉണ്ടാവും കേട്ടോ. നമുക്ക് 1 മീറ്റർ ഫ്രണ്ടും ബാക്കിൽ വെക്കുമ്പോൾ നല്ല സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ആ എൻഡിങ് പോർഷൻ ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും കാണാനാണെങ്കിൽ. നമ്മൾ മടക്കി അടിക്കുന്നേക്കാളും കുറച്ചും കൂടെ വൃത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഫൂട്ടർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിനി നേരെ ടോപ്പ് അടിക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഹെവി ആയിട്ടുള്ള, അതായത് ഈ ഓരോരോ ഡിസൈനിൽ വരുന്നത് തന്നെ ഹെവി ആയിട്ട് ബീഡ്സ് ആണുള്ളത്, ഷുഗർ ബീഡ്സ്. അതുകൊണ്ട് തന്നെ ഭയങ്കര മുറിക്കാനാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാനും ഭയങ്കര പാടായിരിക്കും. സിമ്പിളായിട്ടുള്ള ഞാൻ എൻ്റെ അളവിനെടുത്തിട്ടുള്ള ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ടോപ്പ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ വീഡിയോ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ടോപ്പ് എടുക്കുക. അതിൻ്റെ കഴുത്തും അതുപോലെ തന്നെ ഷോൾഡർ വരയ്ക്കുക, അതുപോലെ തന്നെ ആം ഹോൾ വരയ്ക്കുക. ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കഴുത്ത് മുറിച്ചെടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ട് ഉള്ളിക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. കഴുത്ത് ഇതുപോലെ അപ്പം നീറ്റായിട്ട് കിട്ടട്ടെ. നമുക്ക് ഷോൾഡറും കൂടെ നോക്കാം. ഈ രണ്ട് മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ലൈനിങ് ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് ഇങ്ങനെ നീക്കി കൊടുക്കുക കേട്ടോ. രണ്ട് മെറ്റീരിയൽ ഇതേപോലെ ഒപ്പം തന്നെ വെക്കുക. എന്നിട്ട് ലൈനിങ്ങും ഇതും കൂടെ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ ഇവിടെ നീറ്റായിട്ട് തന്നെ കിട്ടും. ഈ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ ഈ ലൈനിങ് ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കുക. ഇതുപോലെ കേട്ടോ. ഇത് ആക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇനി സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതിനെ കുറച്ച് ബീഡ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്തിട്ടാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ലൈനിങ്ങും മെറ്റീരിയലും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ സ്ലീവിൻ്റെ എന്ന് വെച്ചാൽ 5ഉം 6ഉം 7ഉം ആണ്. 7 നമ്മുടെ ആം ഹോളിൻ്റെ അവിടെയാണ്. എന്നിട്ട് ഈ ഒരു അളവ് എടുത്തിട്ട് ആദ്യം കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഒരു 19 ആണ് നമുക്കൊരു സ്ലിറ്റ് വരുന്നതിൻ്റെ ഒരു സൈസ്. സ്ലിറ്റും അതിൻ്റെ താഴെയും കൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഷോളൊന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബീഡ് വർക്ക് ഞാൻ തുന്നി കൊടുക്കുകയാണ്. നമ്മുടെ ഫേസിൽ വരുന്ന ഭാഗത്താണ് ഷോളിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ നിന്ന് ബീഡ്സാണ് കുറച്ചും കൂടെ രസം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ ബീഡ്സ് മാറ്റിയിട്ട് ഈ ടോപ്പിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.